ഹലോ ഫ്രണ്ട്സ്, എൻജെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എങ്ങനെയാണ് ചക്ക വരട്ടിയെടുക്കുന്നതെന്നാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ എല്ലായിടത്തും ചക്കയൊക്കെ കിട്ടുന്ന സീസണാണല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ 2 തരത്തിലുള്ള ചക്കകളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലേ, ഓറഞ്ച് ഷെയ്ഡുള്ളതും അതുപോലെ തന്നെ നല്ലൊരു മഞ്ഞ ഷെയ്ഡുള്ളതും. വെറുതെ കഴിക്കാനും ഈ ചക്കയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലേ, നല്ല മധുരമുണ്ട് കേട്ടോ. ഇതിൻ്റെ കുരുവും ചവണിയും എല്ലാം കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇനി ഒരുപാട് പഴുപ്പ് കൂടിയ ചക്കയാണെങ്കിൽ ഇതുപോലെ മിക്സിയിലിട്ട് അടിക്കേണ്ട കാര്യമില്ല. നമുക്കത് വഴറ്റുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ അത് ഉടഞ്ഞ് കിട്ടിക്കോളും കേട്ടോ. അടി കട്ടിയുള്ളൊരു പാത്രം വേണം കേട്ടോ ഇത് നമുക്ക് വരട്ടാനായിട്ട് ഉപയോഗിക്കാൻ. അതിന് ശേഷം നമ്മളിത് അടിച്ചെടുത്ത ചക്ക ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഈ സമയത്ത് നമുക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ശർക്കര ലായനിയാക്കിയോ ശർക്കര പൊടിച്ചിട്ടോ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ശർക്കരയുടെ വലിയൊരു അച്ച് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. അതിൻ്റെ കട്ടകളൊന്നും ഒരുപാടൊന്നും ഉടഞ്ഞിട്ടില്ല. അതിന് ഇത് ചൂടാവുന്നതിനനുസരിച്ച് അത് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ചക്കയുടെ പീസുകളെല്ലാം ഉണ്ടായിട്ടോ. ഈ പീസുകളൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞ് നമുക്ക് കിട്ടും കേട്ടോ. ആ ചക്കയുടെയും ശർക്കരയുടെയും മിക്സ് നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏലക്കായും അതുപോലെ തന്നെ ചെറിയ ജീരകവും ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് നന്നായിട്ട് കുറുക്കി എടുക്കണം കേട്ടോ. അതാണ് നമുക്കുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് അതാണ്. ഇതുപോലെ ചക്ക വരട്ടി വെക്കുന്ന സമയത്ത് നല്ലതുപോലെ ഹൽവ പോലെ നല്ല കട്ടിയിൽ തന്നെ വരട്ടി വെക്കുകയാണെങ്കിൽ 1 വർഷത്തോളം അത് കേട് കൂടാതെ ഇരിക്കും കേട്ടോ. നമുക്ക് ചക്കയുടെ സീസൺ കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നല്ലൊരു കണ്ടെയ്നറിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇപ്പോഴത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചക്ക വരട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങോട്ട് വരട്ടിയിട്ട് എടുക്കുന്നില്ല. നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ നന്നായിട്ട് തന്നെ വരട്ടിയിട്ട് ആ ഒരു ചീഞ്ചട്ടിയിൽ നിന്നും നന്നായി വിട്ട് വരുന്ന ഭാഗം ഉണ്ടാകുമല്ലോ, അതുപോലെ നമ്മൾ ആക്കിയെടുക്കണം കേട്ടോ. ചക്ക ഇതുപോലെ വരട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പല പല സ്നാക്സുകളും ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്കയുടെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ഇതുകൊണ്ട് നമുക്ക് പല പല ഡിഷുകൾ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. കാരണം ഞാൻ ഇപ്പോഴത്തെ ഒരു യൂസിനാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കുറുക്കിയിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലൊരു കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ്.